ഹലോ മക്കളെ, എല്ലാ മക്കളും ഇതാ പ്ലസ് ടു ബോർഡ് എക്സാമിൻ്റെ തിരക്കിലാണ്. മോഡൽ എക്സാം ഇതാ അടുത്ത് കഴിഞ്ഞ് മോഡൽ എക്സാമിന് ബാക്കിയുള്ളതിന് 3 ദിവസം മാത്രം ബാക്കി. മോഡൽ എക്സാം 24-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കിട്ടുക ഫെബ്രുവരി മാസം 4 ദിവസവും ആൻഡ് ദെൻ മാർച്ച് മാസം കേവലം 5 ദിവസം മാത്രം. മൊത്തം 9 ദിവസം മാത്രമാണ് നമുക്കിനി ബോർഡ് എക്സാമിലേക്ക് ഉണ്ടാവുക മോഡൽ എക്സാമിന് ശേഷം. ചുരുങ്ങിയ കാലഘട്ടമാണ് നമുക്കിനി പ്ലസ് ടു ബോർഡ് എക്സാമിന് ഉള്ളത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് എല്ലാവരും നല്ല ടെൻഷനിലായിരിക്കും. ചുരുങ്ങിയ സമയം മാത്രമുണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് എൻ്റെ മാർക്ക് ഉയർത്താൻ വേണ്ടി സാധിക്കുമോ എന്നെല്ലാമായിരിക്കും എല്ലാവരും ചിന്തിക്കേണ്ടത്, എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും. മക്കളെ, നിങ്ങൾ ചരിത്രം മാത്രമാണ് സ്ട്രക്ചേർഡായി പഠിക്കുക, വളരെ ഷോർട്ടായിട്ട് പഠിക്കുക. ആൻഡ് ദെൻ സ്ട്രക്ചേർഡായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ബോർഡ് എക്സാം എല്ലാം തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മാത്സിലേക്ക് വരുമ്പോൾ മാത്സ് എല്ലാവർക്കും അറിയാമായിരിക്കും, ഏറ്റവും ഗംഭീരമായ വിഷയം തന്നെയാണ് പ്ലസ് ടുവിനകത്ത്. ഒരുപാട് ഫോർമുലാസ് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു വർഷം തന്നെയാണ് പ്ലസ് ടു ക്ലാസ് എന്ന് പറയുമ്പോൾ. ഈ കാണുന്ന എല്ലാ ഫോർമുലാസും നിങ്ങൾ എല്ലാവരും ഒരു ഫോർമുല ഷീറ്റായിട്ട് മാറ്റുകയാണെങ്കിൽ ആ കാണുന്ന ഫോർമുല ഷീറ്റ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് എല്ലാ ഫോർമുലാസും പഠിച്ച് ബോർഡ് എക്സാമിന് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ബോർഡ് എക്സാമിൻ്റെ ഓരോ മാർക്കും നമുക്ക് ലൈവ് ചെയ്യുന്നത് അത് എക്കാലവും പറയും ഫോർമുലാസ് ആണ്. ഫോർമുലാസ് അറിഞ്ഞില്ലെങ്കിൽ മാത്സ് ഇല്ല. അതുകൊണ്ട് എല്ലാ മക്കളും ഫോർമുലാസ് എല്ലാം എഴുതിക്കൊണ്ട് മാത്സ് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. ഇപ്പോൾ മാത്സിലേക്ക് വരുമ്പോൾ മാത്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പോലും പറയാതെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഭാവിയിൽ എഴുതാൻ വേണ്ടി പോകുന്ന ഏതൊരു പരീക്ഷയിലും ഏറ്റവും വലിയ റോൾ പ്ലേ ചെയ്യുന്നത് മാത്സ് തന്നെയാണ്. കീം എക്സാം ആയിക്കോട്ടെ, കീം എക്സാമിൽ 75 ക്വസ്റ്റ്യൻസ് വരുന്നത് മാത്സിൽ നിന്നാണ്. അത്രമേൽ വെയിറ്റേജ് നമുക്ക് എവിടെയുണ്ട്, മാത്സ് ഉണ്ട്. ബോർഡ് എക്സാമിൻ്റെ മാത്സ് പഠിക്കുക. ആ ബോർഡ് എക്സാം മാത്സ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്താണ് കീം എക്സാമിനുള്ള മാത്സും ഈസി ആയിരിക്കും. നിങ്ങൾക്ക് അറിയാമായിരിക്കും, പ്ലസ് ടു ബോർഡ് എക്സാമിന് ശേഷം നമുക്ക് കീം എക്സാമിലേക്ക് ചുരുങ്ങിയ ദിവസം മാത്രം ബാക്കിയുള്ളൂ. കീം എക്സാം നല്ല അനൗൺസ് ചെയ്തേക്കുന്നത് ഏപ്രിൽ മാസം 13-നാണ്. വെറും 15 ഡേയ്സ് മാത്രമാണ് നമുക്ക് ബോർഡ് എക്സാമിന് ശേഷം കീം എക്സാമിന് വേണ്ടി ബാക്കിയുള്ളത്. എല്ലാവരും മാത്സ് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ കീം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോർഡ് എക്സാമും ഈസി ആയിരിക്കും. അത് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ മക്കളും നമ്മളിപ്പോൾ ബോർഡ് എക്സാമിൻ്റെ ഫോർമുലാസ് എഴുതി ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 1-2 MCQ എങ്കിലും കീം എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിൽ നിന്ന് ചെയ്ത് പഠിക്കാം. അത് നമുക്ക് കീം എക്സാമിന് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നൽകാൻ വേണ്ടി പോവുക. കാരണം നമ്മൾ ഇപ്പോൾ തന്നെ കീം എക്സാമിലേക്കുള്ള ഓട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുമ്പോൾ മാത്സിൻ്റെ എൻ്റെ സിലബസ് നമ്മൾ ഈ പറയുന്ന ഏപ്രിൽ 13 മുമ്പായിട്ട് തന്നെ 2 വട്ടം കവർ ചെയ്യും. ഒന്ന് ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്നു, ആൻഡ് ദെൻ കീം എക്സാമിന് വേണ്ടി പഠിക്കുന്നു. ബോർഡ് എക്സാം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് MCQ ചെയ്ത് പഠിക്കുന്നു. ഇതാണ് മക്കളെ ദി ബെസ്റ്റ് സ്ട്രാറ്റജി. ചോദ്യം ഉണ്ടാവും, ഫിസിക്സ് പഠിക്കണ്ടേ, കെമിസ്ട്രി പഠിക്കണ്ടേ? കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് ഉള്ള ആർക്കാണ്, അത് മാത്സിനാണ്. അതുകൊണ്ട് എല്ലാവരും മാത്സിന് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, പിന്നെ ഒറ്റ കാര്യം പറയട്ടെ, കീം എക്സാം ആണ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് തോന്നലുണ്ടാകും. ഇപ്പോഴത്തെ കീം ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈസി ക്വസ്റ്റ്യൻ ആണ്. ടൈമാണ് മാറ്റർ ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചോദ്യങ്ങൾ കാണുക. ഒരു ചോദ്യം കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് ചോദ്യം കണ്ടുകൊണ്ട്, ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. അതുകൊണ്ട് മക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കീം എക്സാം ഈസി ആയിട്ട് മാറും. അതുപോലെ പ്ലസ് ടു ബോർഡ് എക്സാമും വളരെ ഗംഭീരമായിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ പറയുന്ന എല്ലാ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ച്, കീമിന് വേണ്ടിയുള്ള എൻഡ് ഗെയിം ബാച്ചിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മക്കളും ആ കാണുന്ന ബാച്ച് ജോയിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കീം എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കാം. നമുക്ക് ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ കീം എക്സാമും അതുപോലെ തന്നെ ബോർഡ് എക്സാം മാറ്റാൻ വേണ്ടി സാധിക്കും. ബോർഡ് എക്സാമിലൂടെ നമുക്ക് കീം എക്സാമും വളരെ ഗംഭീരമായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. So guys, bye bye. Thank you and signing off, Afnas, aka from Xylem Learning. Bye bye.